ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസഫലം കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും. അപ്പം നമ്മൾ പൊതുഫലം അറിയുന്നതിന് മുമ്പ് കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ഏപ്രിൽ മാസത്തെ ആ ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 10 വരെ 6-ലാണ്, 11 മുതൽ 29 വരെ 7-ലും, അതിനുശേഷം ആ ബുധൻ അഷ്ടമത്തിലേക്കും രാശി മാറും. സൂര്യനാണെങ്കിൽ ഏപ്രിൽ 14-ന് 7-ൽ നിന്നും 8-ലേക്ക് മാറുന്നു. ചൊവ്വ ഏപ്രിൽ 2-ന് 7-ലേക്ക് മാറുന്നു. ഗുരു 10-ൽ സ്ഥിതി തുടരുന്നു. ശുക്രൻ ഏപ്രിൽ 19-ന് അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. ശനി 7-ൽ സ്ഥിതി തുടരുന്നു. രാഹു 6-ലുണ്ട്. കേതു 12-ലും സ്ഥിതി തുടരുന്നു. അതായത് ചൊവ്വയും ബുധനും 7-ലേക്ക് മാറുന്നു എന്നുള്ളതും, സൂര്യൻ അഷ്ടമത്തിലേക്ക് മാറുന്നു എന്നുള്ളതും, ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് മാറുന്നു എന്നുള്ളതുമാണ് ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. ഇപ്പം നമ്മൾ ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി വെച്ച് എങ്ങനെയാണ് ഈ കുറുകാർക്കും ഈ ലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ തന്നെ ബുധനാണ്, 10 വരെ 6-ലാണ്, രാഹുവിൻ്റെ കൂടെയാണ്. അപ്പോൾ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ, അതുപോലെ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ, ഈ നെർവസ് ട്രബിൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ അല്പം കെയർ കൊടുക്കണം. അതുപോലെ 11 മുതൽ ബുധൻ നീചരാശിയിലേക്കാണ് വരുന്നത്. ജന്മലഗ്ന രാശ്യാധിപൻ നീചസ്ഥിതനാവുന്നു. ഗുരുവിൻ്റെ രാശിയിലാണ് നീചസ്ഥിതനാകുന്നത്. നീചരാശ്യാധിപനായിട്ടുള്ള ഗുരു 10-ൽ ബുധൻ്റെ രാശിയിൽ വരുന്നു. അപ്പം ഗുരുവും ബുധനും ഒക്കെ പരിവർത്തന സ്ഥിതിയിലാണ്, പരിവർത്തന യോഗത്തിലാണ് എന്ന് പറയാം. അപ്പം ജന്മലഗ്ന രാശ്യാധിപൻ ജന്മരാശിയിൽ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്, അപ്പം ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്കതിന് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. അതേസമയം ജന്മരാശിയിൽ ശനി, ചൊവ്വ, സൂര്യനൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്പം കോപം, ഇമോഷൻ ഇവയൊക്കെ നിയന്ത്രിക്കേണ്ടുന്ന സമയം എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ ആഹാരത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിലും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയോടും അവരുടെ പേരൻസിനോടും ഒക്കെ തന്നെ നമുക്ക് അവരോടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ ഏപ്രിൽ 10 വരെ 6-ലുണ്ട്. അത് 10-ൻ്റെ ഭാഗ്യസ്ഥാനമാണ് ഈ 6 എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ തൊഴിലിടത്ത് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനൊക്കെ ആ ബുധൻ്റെ സ്ഥിതി സഹായകമാകും. ഇപ്പോൾ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഹെൽത്ത് സർവീസ്, ലീഗൽ സർവീസ്, ഡിഫൻസ് സർവീസ്, അതുപോലെ മറ്റു സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. 11 മുതൽ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7-ലേക്ക് മാറുകയാണ്, നീചരാശിയിലേക്ക് മാറുകയാണ്. എങ്കിലും അത് കേന്ദ്രസ്ഥാനത്താണ് ആ ബുധൻ വരുന്നത്. അപ്പോൾ ബുധന് നീചഭംഗമുണ്ട്. കാരണം നീചരാശ്യാധിപനായിട്ടുള്ള ഗുരു കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. ബുധനും ഗുരുവൊക്കെ രാശി പരിവർത്തനത്തിലും കൂടെയാണ്. അപ്പോൾ തൊഴിലിൽ നമുക്കെന്തെങ്കിലും തൊഴിലിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല 10-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10-ലാണ് വരുന്നത്. അതും നമുക്ക് അവിടെ രവിയുണ്ട്, ശനിയുണ്ട്, കുജനുണ്ട്, ബുധനുണ്ട് ഒക്കെ വരുന്നു. അപ്പോൾ എന്തൊക്കെ
പ്രശ്നങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലങ്ങൾ തൊഴിലിടത്ത് വന്നാൽ തന്നെയും അവയൊക്കെ നമുക്ക് അത് നിയമേന തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമുക്ക് പോരാട്ടത്തിലൂടെ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ അത് നമ്മൾ ചലഞ്ച് ചെയ്ത് അത് അതിലൂടെ നമുക്ക് തൊഴിലിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമാണെന്നും കൂടെ പറയാം. കാരണം 10ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10ലാണ് വരുന്നത്. അതെന്ത് വന്നാലും ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബുധന് ചൊവ്വയുമായിട്ടും അതുപോലെ ശനിയുമായിട്ടൊക്കെ ബന്ധം വരുന്നുണ്ട്. അപ്പോൾ ഈ ശനി, ചൊവ്വ ഒക്കെ തന്നെ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മൾ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ അഗ്രസീവ് എനർജി കൂടാതെ നോക്കണം. തൊഴിലന്വേഷകർക്ക് പ്രത്യേകിച്ച് ബുധനും ഗുരുവൊക്കെ പരിവർത്തന രാശികളിൽ വരുന്നത് തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂല സമയമാണ്. ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂവിലൊക്കെ തന്നെ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയും, വിജയം കൈവരിക്കാൻ കഴിയും. അതുപോലെ 19-ന് ശുക്രൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള രാശിമാറ്റവും വളരെ ഗുണം ചെയ്യുന്നു, ഭാഗ്യാനുഭവങ്ങളുണ്ടാക്കും. കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. കാരണം ആ ശുക്രൻ 3-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ, ഇപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ചില തീരുമാനം എടുക്കാനൊക്കെ ചില പ്രയാസങ്ങളൊക്കെ വരുമെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാനൊക്കെ കഴിയും. പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെ, മുതിർന്നവരുടെയൊക്കെ ഗൈഡൻസ്, നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ അവരുടെ ആ ഒരു നിർദ്ദേശങ്ങൾ, അവരുടെ ഗൈഡൻസൊക്കെ നമുക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം. ഇപ്പോൾ അവസാനത്തെ പകുതി ഈ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാകുകയാണ്. അപ്പോൾ 12ാം ഭാവാധിപൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അപ്പോൾ അത് വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സഡനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം. ചിലർക്ക് എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും വിദേശത്ത്. ഇപ്പോൾ വിദേശത്ത് എന്തെങ്കിലും ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് ആ പരിഹാരം ഉണ്ടായി നമുക്ക് അതുവഴി നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ ഗുരുവാണ്, കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണ്. ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 6-ലും 7-ലും സഞ്ചരിക്കുകയാണ്. അപ്പോൾ ബിസിനസ് എക്സ്പാൻഷനൊക്കെ സാധ്യതയുണ്ട്. ശനി, രവി, കുജനൊക്കെ 7-ൽ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ചില ബിസിനസ്, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വരുമ്പോൾ അത് ആ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ്സിന് തടസ്സങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കി അവിടെ ഒരു സംയമനം ആവശ്യമായിട്ടുള്ള സമയമാണ്. അവസാനത്തെ പകുതി 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനായിട്ട് വരുമ്പോൾ ചില നഷ്ടസാധ്യതകൾ ഉണ്ടാക്കും എന്നതിനാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലായാലും പണപരമായിട്ടുള്ള ഇടപാടുകളിലുമൊക്കെ അതീവ ജാഗ്രത നമുക്ക് വേണം. വലിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആ സമയത്ത് നടത്താൻ പാടില്ല. 12ാം ഭാവാധിപൻ ഉച്ചസ്ഥിതനായിട്ട് വരുന്ന സമയമായതുകൊണ്ട്. കാരണം നഷ്ടത്തിൻ്റെ ഒരു ഗ്രഹം ഉച്ചസ്ഥിതനാകുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ നഷ്ടം ആണ് കൂടുതൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ നടത്തുമ്പോൾ വളരെ കെയർ വേണം. റിസ്കി ആയിട്ടുള്ള സംരംഭങ്ങളിലേക്കൊന്നും മുതൽ മുടക്കാൻ ആ സമയത്ത് ശ്രമിക്കരുത്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാകാരകൻ ബുധനാണ്. 6, 7 രാശികളിലാണ് ബുധൻ സഞ്ചരിക്കുന്നത്. അതേസമയം 5ാം ഭാവാധിപനായിട്ടുള്ള ശനി 7-ൽ നിൽക്കുന്ന സമയമാണ്. ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ആദ്യ പകുതി ബുധനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതി ബുധനും ഗുരുവൊക്കെ പരിവർത്തന രാശിയിൽ വരികയും കൂടെ ചെയ്യുന്നുണ്ട്. വിദ്യാകാരകനും ജ്ഞാനകാരകനും പരിവർത്തന രാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ പഠനത്തിലൊക്കെ ഫോക്കസ് കൂടും ക്രമേണ. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ നമുക്ക് കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ്, വിജയമുണ്ടാകുന്ന സമയമാണ്. 19 മുതൽ ആ 9ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 9-ൽ തന്നെ ബലവാനാകുകയാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ തലത്തിലൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഉള്ള അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് 19 മുതൽ ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് വരുമ്പോൾ. അപ്പോൾ ഗുരുക്കന്മാരുടെ, സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ്, അവരുടെയൊക്കെ ഉപദേശങ്ങൾ നമുക്ക് പഠന സംബന്ധമായിട്ട് കറക്റ്റ് തീരുമാനം എടുക്കാൻ സഹായകമാകും. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ
ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനായിട്ടുള്ള ശനിയുടെ കൂടെ ആ 8-ാം ഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വയും കൂടെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ശനി കുജനൊക്കെ വരുമ്പോൾ അപ്പോൾ അഗ്രസീവ് എനർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ധനസ്ഥിതി. ധനസ്ഥിതി നോക്കുമ്പോൾ ധനഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ഭാഗ്യഭാവാധിപനും കൂടെയാണ്. 18 വരെ ആ ശുക്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്നെങ്കിലും ആ ശുക്രന് 2-ൽ ദൃഷ്ടിയുണ്ട്, 2-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ അഷ്ടമ ഭാവാധിപൻ ചൊവ്വയാണെങ്കിൽ 7-ൽ നിൽക്കുന്നു, 2-ൽ ആ ചൊവ്വയുടെയും ദൃഷ്ടിയുണ്ട്. അപ്പം ചിലർക്ക് അവർ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനനേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് വഴിയോ ജോയിൻ്റ് അസറ്റ് പുനർവിന്യാസം വഴിയോ സ്പൗസിൻ്റെ ഫാമിലി വഴിയോ ഒക്കെ ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം 2-ാം ഭാവാധിപൻ 8-ലാണ് ആദ്യം സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മണി ട്രാൻസാക്ഷനിൽ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു കെയർ വേണം. അശ്രദ്ധ കൊണ്ട് ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ 19 മുതൽ ഭാഗ്യഭാവാധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് വരുന്നത് അത് തീർച്ചയായിട്ടും ധനഭാഗ്യത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. അത് സമ്പാദ്യവർദ്ധനവിനൊക്കെ സഹായകമാകും. സഹോദരങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. സഹോദരങ്ങൾക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതിനൊക്കെ നമുക്ക് സാധ്യത കാണുന്നുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. 7-ൽ 3 തമോ ഗ്രഹങ്ങളാണ്: സൂര്യൻ, ശനി, ചൊവ്വ. 11 മുതൽ ബുധനും ജന്മലഗ്ന രാശ്യാധിപനും 7-ലേക്ക് വരികയാണ്. 18 വരെ വിവാഹ പാപകാരകനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പം വിവാഹ ആലോചനകൾ വന്നാലും ആദ്യ പകുതി അവ സ്മൂത്താകണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാം. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7-ൽ സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് ആലോചനകളിൽ തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ചിലർക്ക് ഈ ബന്ധുക്കളിൽ നിന്ന്, കാരണം 6-ാം ഭാവാധിപൻ 7 നിൽക്കുന്നു, അപ്പോൾ ബന്ധുക്കളിൽ നിന്ന് ചിലപ്പോൾ വിവാഹ ആലോചനകൾ വരുന്നതിനും സാധ്യതയുണ്ട്. പ്രണയബന്ധം വഴിയുള്ള വിവാഹത്തെ ചൊല്ലി ചിലപ്പോൾ തർക്കങ്ങളും ഉണ്ടാകാം. കമിതാക്കൾക്ക് ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. 5-ാം ഭാവാധിപനായിട്ടുള്ള ശനി ചൊവ്വയുമായിട്ടൊക്കെ ബന്ധം, സൂര്യനുമായിട്ടുള്ള ബന്ധം, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ, അത് മുഖാന്തരമുള്ള അകൽച്ച, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒരു കെയർ കൊടുക്കുക. ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ജീവിത പങ്കാളിക്ക് തൊഴിൽ നേട്ടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന ജീവിത പങ്കാളിയാണെങ്കിൽ തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. തൊഴിൽ അന്വേഷിക്കുന്ന ജീവിത പങ്കാളിയാണെങ്കിൽ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം അവരുടെ റിലേഷൻഷിപ്പ്, ഈ ദാമ്പത്യ ബന്ധം സുഗമമാകണമെന്നില്ല. പ്രത്യേകിച്ച് 7-ൽ സൂര്യൻ, 7-ൽ ശനി, 7-ൽ കുജൻ, അതും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ആദ്യ പകുതി 7-ൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ 6-ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് 7-ൽ നിൽക്കുന്നത്. അപ്പം 6, 8, 12 ഒരു ബന്ധമാണ് അവിടെ വരുന്നത്. 6, 8, 12 ഭാവാധിപന്മാരുടെ സ്ഥിതി 7-ൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ദാമ്പത്യ ബന്ധത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഈഗോ പ്രശ്നങ്ങളുണ്ടാകാം, തർക്കങ്ങളുണ്ടാകാം. അപ്പം വളരെ കെയർഫുള്ളായിട്ട് പോകേണ്ടുന്ന സമയമാണ്. സംയമനമൊക്കെ വേണം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുറയ്ക്കണം, കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം നമുക്ക് അത്രത്തോളം സമാധാനപരമാകില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ സൂര്യൻ 7-ൽ നിന്നും മാറുന്നുണ്ട്, അത് ചെറിയ ആശ്വാസം നൽകും. ശുക്രൻ അഷ്ടമത്തിൽ നിന്നും 9-ലേക്ക് മാറുന്നുണ്ട്, അതും നമുക്ക് കുറേ ആശ്വാസം നൽകും. അപ്പം മാരിറ്റൽ റിലേഷൻഷിപ്പ് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആദ്യ പകുതിയിലുള്ള ആ ഒരു ടെൻഷൻ, ആ ഒരു സുഖക്കുറവൊക്കെ മാറി ക്രമേണ നമുക്ക് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ 2-ൽ ഗുരുദൃഷ്ടിയുണ്ട്. 2-ാം ഭാവാധിപനായ ശുക്രൻ ആദ്യ 18 വരെ
അഷ്ടമത്തിലാണ്. എങ്കിലും ആ ശുക്രൻ്റെ ദൃഷ്ടി 2-ലുണ്ട്. 19 മുതൽ 2-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് 2-ലും 4-ലും ഒക്കെ ഗുരുദൃഷ്ടിയുള്ള സമയമാണ്. ഇപ്പോൾ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അതൊക്കെ പരിഹരിച്ചു പോകാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ്. ഇപ്പോൾ വീട്, വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമുക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഗുണം ചെയ്യുമെന്ന് പറയാം. ഇപ്പോൾ 2-ലൊക്കെ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി ഉണ്ട്. ഇപ്പോൾ 2-ൽ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ കുടുംബാംഗങ്ങൾക്കിടയിൽ സംസാരിക്കുമ്പോഴേക്കും ഒരു ശ്രദ്ധ വേണം. വാക്സ്ഥാനത്ത് ആ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അഗ്രസീവ് എനർജിയുടെ ഒരു ഗ്രഹമാണ് ആ ചൊവ്വ. അത് കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും കുടുംബജീവിതം സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏപ്രിൽ 13, 14, 18, 19, 26, 27 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും നല്ല കർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ നമ്മൾ തുടങ്ങുന്നതും ഈ ദിവസങ്ങളിലാകാതിരിക്കണം. സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി വച്ചുള്ള ഒരു പൊതുഫലമാണ്. ഈ പൊതുഫലത്തിൽ വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ആ മാറ്റങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കന്നി കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഇപ്പം നടക്കുന്ന ദശയുടെയും അപകാരത്തിൻ്റെയും ഛിദ്രത്തിൻ്റെയും സ്വാധീനം ഉണ്ടാകും. അപ്പോൾ ഇപ്പം നടക്കുന്ന ദശയും അപകാരവും ഛിദ്രവും ഒക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് ഞാൻ പറഞ്ഞത്. അപ്പം കന്നിക്കൂറിൽപ്പെടുന്ന കന്നി ലഗ്നക്കാർക്ക് ഈ ഫലം തന്നെയാണ്, വലിയ വ്യത്യാസം വരില്ല. അതേസമയം കന്നിക്കൂറിൽപ്പെടുന്നവർക്ക് കന്നി ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം. കാരണം കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.